നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇന്ന് ഊട്ടിയിലെ 2 ഫാക്ടറികളാണ് സന്ദർശിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് പോകുന്നത് ഒരു തേയില ഫാക്ടറി, അതിനുശേഷം ഒരു ചോക്ലേറ്റ് ഫാക്ടറി. ഈ 2 ഫാക്ടറികളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളും പോകുന്ന വഴിക്കെല്ലാം നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ 2 ഫാക്ടറികളും സന്ദർശിച്ച് മടങ്ങി വന്നാലോ. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം കേട്ടോ. കാരണം ഒരുപാട് നല്ല മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് പോകുന്ന വഴിയിലുണ്ട്. കൂടാതെ 2 ഫാക്ടറികൾ, തേയില ഫാക്ടറി അതുപോലെ ചോക്ലേറ്റ് ഫാക്ടറി, ഇത് രണ്ടും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനുള്ളതിൻ്റെ പൂർണ്ണരൂപം നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഞാൻ ഇതിൽ പകർത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ കൂടി അമർത്തി പോകാൻ മറക്കരുത് കേട്ടോ. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഫുൾ വീഡിയോ കണ്ടിട്ട് മടങ്ങി വരാം. അപ്പോൾ ഈ കാണുന്നതാണ് ടീ ഫാക്ടറിയുടെ അകത്തേക്ക് കിടക്കാനുള്ള കവാടം. ഒരു കാർ പാർക്കിംഗ് ഏരിയ കാണുന്നുണ്ട്. എന്തായാലും വണ്ടി കൊണ്ടുപോയി കാർ പാർക്കിങ്ങിൽ നിർത്തിയതിന് ശേഷം ടീ ഫാക്ടറിയുടെ അകത്തേക്ക് കയറിപ്പോയി നോക്കാം അവിടെ എന്തെല്ലാം പ്രോസസ്സിംഗ് നടക്കുന്നു എന്നറിയാൻ. ഈ ഫാക്ടറി സന്ദർശിക്കാൻ വരുന്ന ടൂറിസ്റ്റുകൾക്ക് കുതിരസവാരി നടത്തി തിരിച്ചു പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. 2-4 കുതിരകളെ ഇവിടെ കാണാനുണ്ട്. കുട്ടികളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഇത്. നമുക്ക് ക്യാഷ് കൊടുത്താൽ 2-3 റൗണ്ട് അടിച്ചിട്ട് വന്ന് അതിനുശേഷം ടീ ഫാക്ടറിയുടെ മുകളിലേക്ക് പോകാം. അതല്ല തിരിച്ചു പോകുമ്പോഴും നമുക്ക് കുതിരസവാരി ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ആവാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇതിൻ്റെ മുകളിലേക്ക് കയറുകയാണ്. ഇതിൻ്റെ മുകളിലാണ് ഇതിൻ്റെ പ്രോസസ്സിങ് പല ഘട്ടങ്ങളിലായിട്ട് നടക്കുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് എന്നറിയാനായിട്ട് നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. മുകളിൽ കയറിയാലും നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഇവിടെ കാണാനുള്ളത്. മനോഹരമായിട്ടുള്ള ഈ ഒരു രംഗം നമ്മുടെ മനസ്സ് നിറയ്ക്കും. അത്ര രസകരമായിട്ടുള്ള രംഗങ്ങളാണ് ഈ ടീ ഫാക്ടറിയുടെ മുകളിൽ നിന്ന് നമുക്ക് ചുവട്ടിലേക്ക് നോക്കുമ്പോൾ കാണാനുള്ളത് കേട്ടോ.
ഹോളിലേക്ക് പ്രവേശിച്ചപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ഇതാണ്. ഇതിൻ്റെ പ്രോസസ്സിംഗ് ഒന്നും മുഴുവനായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അതിന് ഇവരോട് അനുവാദം ചോദിച്ചിട്ട് 2-3 ദിവസം ഇവിടെ തങ്ങിയാലാണ് ഇതിൻ്റെ മുഴുവൻ പ്രോസസ്സിങ്ങും എടുത്തിട്ട് നമുക്ക് മറ്റുള്ളവരെ കാണിക്കാൻ കഴിയും കേട്ടോ. ഇത് ഞങ്ങൾ ചെന്ന സമയത്ത് കാണുന്നതെന്തോ അത് ചിത്രീകരിച്ചു എന്ന് മാത്രം. ഇത് നമുക്കിത് എന്താണ്, ഇത് എങ്ങനെയാണ് എന്നൊന്നും പറഞ്ഞു തരാനൊന്നും അവിടെ ആരുമില്ല. അപ്പോൾ നമ്മൾ കണ്ട കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ചിത്രീകരിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും മുന്നോട്ട് പോയി ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്ന് നോക്കാം. ഇത്രയും കണ്ടതിന് ശേഷം ഇനി താഴേക്ക് ഇറങ്ങിപ്പോവുകയാണ് കേട്ടോ. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത സ്റ്റെപ്പ് ഈ ചുവട്ടിലെ നിലയിലാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ആ വഴിക്ക് പോയി നോക്കട്ടെ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കിയിട്ട് പിന്നെ വീണ്ടും നമുക്ക് ചുവട്ടിലേക്ക് പോകേണ്ടി വരും. നമ്മൾ ഒരുപാട് മുകളിലേക്കാണ് ഇപ്പോൾ കയറി വന്നിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഇനി അടുത്ത കാഴ്ചകളെന്ന് നോക്കാം നമുക്ക്. ഇനി അടുത്ത സ്റ്റെപ്പ് ഉണ്ടോ എന്നറിയില്ല. എന്തായാലും ചുവട്ടിലേക്കാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോയി നോക്കാം നമുക്ക് അവിടെ എന്താണെന്ന്. ഇവിടെ സൗജന്യമായിട്ടുള്ള ടീ കൊടുക്കുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും ചായ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിക്കുടിക്കാം. അതിന് ക്യാഷൊന്നും കൊടുക്കേണ്ടതില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനും ഒരു ഗ്ലാസ് ചായ വാങ്ങിക്കാൻ തന്നെ തീരുമാനിച്ചു. ഇതിൻ്റെ ടേസ്റ്റ് നോക്കണമല്ലോ. അങ്ങനെ ഒരു ഗ്ലാസ് ചായ എനിക്കും കിട്ടിയിട്ടുണ്ട്. ഇത് കഴിച്ചു നോക്കിയപ്പോൾ നല്ല അപാര രുചിയായിട്ടുള്ളൊരു തേയിലയാണ് കേട്ടോ. ഇത് ഇവരുടെ ഒരു ബിസിനസ് ട്രിക്ക് കൂടിയാണ്. നമ്മൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇതിൻ്റെ തേയില നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിക്കാതിരിക്കില്ല. കാരണം അത്രയും ഫ്ലേവറുള്ള ഒരു ചായയാണ് നമുക്ക് ഇവർ തന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത കാഴ്ചകളിലേക്ക് കടക്കാം. ഇനി പ്രോസസ്സിംഗ് ഒന്നും അധികം കാണാനില്ല. ഇനി ഇവരുടെ ടീ ഷോപ്പാണ്. നമുക്ക് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന പല തരത്തിലുള്ള കാര്യങ്ങളും ഇവിടെ കാണാം. നമുക്ക് തേയില മാത്രമല്ല മറ്റ് അതിനോടനുബന്ധിച്ചുള്ള പലതും ഇവിടെ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സെക്ഷനിലേക്കൊന്ന് കയറിപ്പോയി നോക്കാം. ഈ ഷോപ്പിൽ കാണുന്ന എല്ലാ പ്രൊഡക്ട്സും ഇവരുടെ ഫാക്ടറിയിൽ സ്വന്തമായിട്ട് നിർമ്മിക്കുന്നതാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള എന്തും ഇവിടെ വളരെ വിലക്കുറവിൽ കിട്ടും. ഹോൾസെയിൽ പ്രൈസിൽ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോകാവുന്നതാണ്. തേയില മാത്രമല്ല അതിനോടനുബന്ധിച്ചുള്ള മറ്റൊരുപാട് കാര്യങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. തേയില, കോഫി, പല തരത്തിലുള്ള തേയിലകൾ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഗ്രീൻ ടീ, ലെമൺ ടീ, അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഒരുപാട് തരം ടീകളുണ്ടല്ലോ. ഫ്ലേവർ ചേർത്തിട്ടുള്ള ടീകളുണ്ട്. പിന്നെ അതുകൂടാതെ
ചായ കഴിക്കുന്നതിനോടനുബന്ധമായിട്ട് കഴിക്കുന്ന സ്നാക്കുകൾ, അങ്ങനെ പലതരത്തിലുള്ള വിഭവങ്ങൾ ഇവിടെ ഇവർ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. നല്ലൊരു ഷോപ്പാണ് കേട്ടോ. അത്യാവശ്യം നല്ല ബിസിനസ്സും ഇവിടെ നടക്കുന്നുണ്ട്. നമുക്ക് ഹോൾസെയിൽ പ്രൈസിൽ തരുന്നത് കൊണ്ട് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ മൊത്തമായിട്ട് ഇവിടെ നിന്ന് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കാതെ പോവില്ല എന്നുള്ള ഉറപ്പാണല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഷോപ്പിലൊന്ന് കറങ്ങി അടിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് പുറത്ത് കിടക്കണം. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് ഫാക്ടറി കൂടി സന്ദർശിക്കാനുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് പുറത്ത് കിടക്കണം. ഇതിനുള്ളിൽ തന്നെയാണ് ഈ ചോക്ലേറ്റ് ഫാക്ടറി ഉള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചോക്ലേറ്റ് ഫാക്ടറിയുടെ ഉള്ളിലേക്കാണ് ഇപ്പോൾ കയറി പോകുന്നത്. ഇവിടുത്തെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന രീതി, അതിൻ്റെ പ്രോസസ്സിംഗ് ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. ഇതൊരു ഫാക്ടറി ആണെങ്കിൽ പോലും നമുക്ക് അകത്ത് പോയി ആവശ്യമുള്ള ചോക്ലേറ്റ് വാങ്ങി തിരിച്ചു പോകാം. വളരെ ചെറിയ വിലയ്ക്ക് നമുക്ക് ഇവിടെ നിന്ന് പലതരത്തിലുള്ള ചോക്ലേറ്റുകളൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോകാം എന്നുള്ളതാണ് ഏറ്റവും ഉപകാരപ്രദമായ ഒരു കാര്യം. അപ്പോൾ അകത്ത് കിടന്നാൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് തരം ചോക്ലേറ്റുകൾ ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. അതുകൂടാതെ മറ്റ് പല വിധത്തിലുള്ള എന്തൊക്കെയോ ഐറ്റംസും ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഷോപ്പ് കൂടി ഒന്ന് കറങ്ങി അടിച്ചിട്ട് വരാം.
ചോക്ലേറ്റ് ഫാക്ടറിയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കോസ്മെറ്റിക് ഐറ്റംസും ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ സ്ത്രീകൾക്ക് ആവശ്യമായ വാനിറ്റി ബാഗുകൾ, മനോഹരമായ വാനിറ്റി ബാഗുകൾ, ടീഷർട്ടുകൾ, കുട്ടികൾക്ക് ആവശ്യമായ ബേബി ഡ്രസ്സുകൾ, അങ്ങനെ പല വിധത്തിലുള്ള കാഴ്ചകളാണ് ഈ ഷോപ്പിൽ കാണാനുള്ളത്. മനോഹരമായിട്ടുള്ളൊരു ഷോപ്പാണ് അത്. തീർച്ചയായിട്ടും നിങ്ങൾ ഊട്ടിയിൽ വരുമ്പോൾ ഈ ഷോപ്പ് സന്ദർശിക്കാൻ മറക്കണ്ട. എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ കൂടി കണ്ടതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങിയാൽ പിന്നെ നേരിട്ട് പോകുന്നത് മനോഹരമായിട്ടുള്ളൊരു പാർക്കിലേക്കാണ്. അതിൻ്റെ വീഡിയോ ഞാൻ നാളെ പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. എന്തായാലും ഈ ഷോപ്പിലെ മുഴുവൻ കാഴ്ചകളും കണ്ടിട്ട് നമുക്ക് പുറത്ത് കിടക്കാം. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി. ഇനി മനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് യാത്ര ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ജനാർദ്ദനൻ മൂക്കുതല. ബായ്.